കഥയുടെ പേര് മീശക്കാരൻ മിങ്കു. പണ്ട് പണ്ട് ഒരിടത്ത് മിങ്കു എന്നൊരു കുഞ്ഞി പൂച്ചയുണ്ടായിരുന്നു. താൻ വലിയ സുന്ദരനാണെന്നായിരുന്നു അവന്റെ വിചാരം. ദിവസവും തന്റെ പല്ലും നഖവുമെല്ലാം അവൻ മൂർച്ച കൂട്ടി വെക്കും. പിന്നെ മീശ പിരിച്ച് കണ്ണാടിയിൽ നോക്കും. എന്നിട്ട് തന്നെത്താൻ പറയും, ഹാ ഗംഭീരം, ഉഗ്രൻ മീശ. ഒരു ദിവസം മീശയൊക്കെ പിരിച്ച് ഗമയിൽ അങ്ങനെ ചുറ്റി നടക്കുകയായിരുന്നു മിങ്കുപൂച്ച. കുറച്ചു ദൂരം ചെന്നപ്പോഴുണ്ട് ഒരു കുഞ്ഞിക്കോഴി എതിരെ വന്നു. മിങ്കുപൂച്ച കുഞ്ഞിക്കോഴിയുടെ അടുത്തേക്ക് ചെന്നു. കോഴിക്കുഞ്ഞെ വന്നാട്ടെ, നമ്മൾക്കൊത്ത് കളിച്ചിടാം. ഇത് കേട്ട് തല ഉയർത്തി നോക്കിയ കുഞ്ഞിക്കോഴി പേടിച്ചു പോയി. പൂച്ചയുടെ കൊമ്പൻ മീശയും കൂർത്ത പല്ലും നഖവും ഒക്കെ കണ്ട് അവൾ കിയോ കിയോ എന്ന് കരഞ്ഞുകൊണ്ട് ഒറ്റ ഓട്ടം ദൂരേക്ക്. കൂട്ടുകൂടാൻ വിളിച്ചിട്ട് ഓടിപ്പോകുന്നു. അത് കണ്ട് മിങ്കുപൂച്ച അന്തം വിട്ടു നിന്നു. അവൻ പിന്നെയും നടന്നു. അപ്പോഴതാ മല്ലമുയൽ ക്യാരറ്റും തിന്ന് ചാടി ചാടി വരുന്നു. മിങ്കുപൂച്ച വേഗം മല്ലൻമുയലിന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, മല്ലൻമുയലേ മല്ലൻമുയലേ വന്നാട്ടെ, നമ്മൾക്കൊത്ത് കളിച്ചിടാം. മല്ലൻമുയൽ നോക്കിയപ്പോഴുണ്ട് മിങ്കുപൂച്ച മീശയും വിറപ്പിച്ച് നിൽക്കുന്നു. അയ്യോ അമ്മേ രക്ഷിക്കണേ എന്ന് നിലവിളിച്ചുകൊണ്ട് മല്ലൻമുയൽ ഓടടാ ഓട്ടം. ആരും കളിക്കാൻ വരാത്തത് കണ്ട് സങ്കടം വന്ന മിങ്കുപൂച്ച തേന്മാവിന്റെ ചുവട്ടിലിരുന്ന് ഞീ ഞീ എന്ന് കരയാൻ തുടങ്ങി. തേന്മാവിൽ മാമ്പഴം തിന്നുകൊണ്ടിരുന്ന മുറിവാലൻ അണ്ണാൻ ഇത് കണ്ട് അവൻ താഴേക്കിറങ്ങി വന്ന് മിങ്കുപൂച്ചയോട് ചോദിച്ചു, മിങ്കുപൂച്ചേ, നീ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? പറയൂ, വേഗം പറയൂ. ചങ്ങാതി, എന്നോടൊപ്പം കളിക്കാൻ ആരും വരുന്നില്ല. എല്ലാവരും എന്നെ കണ്ട് പേടിച്ചോടുകയാ. ഇത് കേട്ട് മുറിവാലൻ അണ്ണാൻ പറഞ്ഞു, മണ്ട, നീ മീശ പിരിക്കാതെയും പല്ലും നഖവും കാണിക്കാതെ ചെന്നു നോക്കൂ. എല്ലാവരും നിന്നോട് കൂട്ടുകൂടും. എല്ലാവർക്കും നിന്നെ ഇഷ്ടമാവും. അപ്പോഴതാ ഒരു മരച്ചവിട്ടിൽ കുഞ്ഞിക്കോഴിയും മല്ലൻമുയലും ഇരിക്കുന്നു. ചിരിച്ചു കൊണ്ടുവരുന്ന മിങ്കുപൂച്ചയെ കണ്ട് രണ്ടുപേർക്കും സന്തോഷമായി. ഇതിൽ നിന്ന് നമുക്കൊരു ഗുണപാഠം പഠിക്കാം. നാം നമ്മുടെ നില മറന്ന് കളിക്കരുത്. നമ്മളും ഇതുപോലെ നല്ല കുട്ടികളായി നടന്നാൽ നമ്മളെയും എല്ലാവർക്കും ഇഷ്ടമാകും.